ഒരു ചെറിയ റിവ്യൂ ആയിട്ട് ഞാൻ വന്നതാണ്. 3 ഫോഗ് ലൈറ്റ് കട ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മളെ ചങ്ങായി തന്നതാണ്. 3 ഫോഗ് ലൈറ്റും അതേപോലെ സ്ട്രിപ്പ് ലൈറ്റ് കുറേ ഉണ്ടായിന്. ഇത് പിന്നെ ബാക്കിയുള്ളതാണ്. ബാക്കിയുള്ള എന്താ പറയണ്ട ഒരുപാട് ഇതേപോലത്തെ ലൈറ്റുകൾ പരീക്ഷണം നടത്തിയിട്ട് അടിച്ചു പോവുകയും ചെയ്ത്. അതുപോലെ തന്നെ 2-3 എണ്ണം വേറെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഫിറ്റ് ചെയ്ത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ 10 റുപ്യയുടെ ആ ഒരു സ്ട്രിപ്പ് ലൈറ്റാണ്, വൈറ്റാണ് വരുന്നത്. പിന്നെ വാമല്ല, വൈറ്റാണ്. അപ്പോൾ ഇത് കുറച്ച് ബാക്കി ഉണ്ടായിന്. അവർ അത് പിന്നെ എന്താ പറയണ്ട മൊത്തം ഒഴിവാക്കുമ്പോൾ എനിക്ക് തന്നെയാണ്, എല്ലാം കൂടിയിട്ട് ഒരു 300 റുപ്യക്ക് എനിക്ക് തന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും പിന്നെ എന്താ പറയണ്ടേ നല്ല കോമഡി സാധനം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാർജറാണ്. പിന്നെ ഞാൻ ചങ്ങായിനോട് പറഞ്ഞതാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ പരീക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുന്നേ 3 എണ്ണം മേടിച്ചതാണ്. ഒന്ന് മറ്റേ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 12 വോൾട്ടിൻ്റെ ചാർജറാണ്. അപ്പോൾ ഇത് നമ്മൾ ഓടുമ്പോൾ പിന്നെ വർക്ക് ചെയ്യിക്കുന്ന ടൈപ്പാണ്. എന്നാൽ ഓടുമ്പോൾ വർക്ക് ചെയ്യിച്ചാലും നിങ്ങൾ മെയിൻ ബാറ്ററിയിലേക്ക് കൊടുത്താലും ഇതിൻ്റെ അത് ചാർജ് കയറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. നിങ്ങളിപ്പോൾ എത്രയോ കിലോമീറ്റർ ഓടിയാലും 1% കയറാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ലൈറ്റുകൾക്കൊക്കെ പിന്നെ ലൈറ്റ് എല്ലാം നിർമ്മിക്കുന്ന കമ്പനിയാണ്, റിലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സൂപ്പറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേരാണ് ഏറ്റവും കൂടുതൽ കോമഡി. കാരണം വെച്ചാൽ ഈ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള യാതൊരു ബന്ധവും ഈ ഒരു ചാർജറിനില്ല. ആ ചാർജർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അത്യാവശ്യം വണ്ടികൾക്കൊക്കെ വെച്ചിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ചാർജർ അത്ര മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഗുണങ്ങളൊന്നും ഇതിനില്ല. ഭയങ്കരമായിട്ടുള്ള എന്നാ പറയണ്ടത്, ഇത് വെച്ചിട്ട് യാതൊരു പിന്നെ എനിക്കൊരു ഗുണവുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടി അനക്ക് വരുന്നൊരവസ്ഥയാണ്. കാരണം വെച്ചാൽ പിന്നെ അത്യാവശ്യത്തിന് ആർക്കെങ്കിലും ചാർജ് കയറ്റണ്ടെങ്കിൽ തന്നെ ഇത് ഒരൊറ്റ പൊടി കയറുന്നില്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇട്ടി കിട്ടേണ്ട ഒരവസ്ഥ നമുക്ക് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം വരുന്നത്. ഇത് പിന്നെ ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന നെഗറ്റീവും പോസിറ്റീവും. അതേപോലെ തന്നെ പിന്നെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ടൈപ്പ് പിന്നുകളാണ്, സി ടൈപ്പ് ഒന്നും വരുന്നില്ല. ബി ടൈപ്പ് പിന്നും അതേപോലെ തന്നെ നോർമൽ മറ്റേ പഴയ നോക്കിയാൻ്റെ ചാർജർ വരുന്ന ആ ഒരു പിന്നും ഒക്കെയാണ് വരുന്നത്. ഇത് പിന്നെ സത്യസന്ധമായിട്ട് റിവ്യൂ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ചിട്ട് ആരും പെടാൻ പാടില്ല. പിന്നെ ഫോഗ് ലൈറ്റിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഇത് വെച്ചാൽ 5000 റുപ്യോളം ഫൈന് വരും. ഇത് കത്തിച്ചാലും കത്തിച്ചിട്ടില്ലെങ്കിലും നല്ല പോലെ ഫൈന് വരും. അപ്പോൾ ഇതാറ്റം നിങ്ങൾ വെച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം പൊതുവെ MVDയുടെ ചെക്കിങ് കൂടുതലായിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും റിവ്യൂ ചെയ്യില്ല. കാരണം വെക്കാൻ പറ്റില്ലല്ലോ. വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ റിവ്യൂ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല.